ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മനോഹര കാഴ്ചയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എന്ത് രസമല്ലേ നല്ല ഭംഗിയിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ. ഇത് വേറെ എങ്ങും അല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചതാണ്. എൻ്റെ ഡെലിവറിക്ക് മുന്നേ ആയിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തോ എനിക്ക് ആ സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ കുറച്ചെങ്കിലും ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ തോന്നി. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ളത് അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ടിന് ക്രെഡിറ്റ് അവർക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ. വേറൊന്നുമല്ല, അവർ തന്നെയാണ് ഇത് വെള്ളമൊഴിച്ചും വളമിട്ടൊക്കെ നന്നായിട്ട് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഓണത്തിന് പൂക്കള ഇടാന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ചെയ്തതെങ്കിലും ഞങ്ങൾക്ക് അതിൽ ഇരട്ടി പൂക്കൾ കിട്ടിയിട്ട് ഇപ്പം ഈ പറിച്ചെടുക്കുന്ന പൂക്കളൊക്കെ നമ്മൾ ടൗണിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെറുതെ നിന്ന് വാടി പോവല്ലേ, അമ്പലങ്ങളിലൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുല്ലയ്ക്കൽ തിരക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഈർപ്പമുള്ളത് അവരെടുക്കില്ല എന്ന്. കാരണം ചെറിയ നനവുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൂ പറിച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് സമയം നിരത്തിയിടുന്നത്. അതിലേറെ എനിക്ക് സന്തോഷം തരുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലേക്ക് തന്നെ ഒരുപാട് തവണ ദേവിക്ക് മാല കെട്ടി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും പൂവിലെ ഈർപ്പൊക്കെ പോയിട്ട് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫൈനലി വെയിറ്റൊക്കെ നോക്കി ചാക്കിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ആമിമോൾ ഉണ്ടായിരുന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു നാട്ടിൻപുറത്തെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.